ഈ ഓണം കളറാക്കാനായിട്ട് ഇന്ന് എന്നോടൊപ്പം ഒരു അടിപൊളി കപ്പിൾസ് കേട്ടോ. ഡാൻസിൽ പുലിക്കൊമ്പൻ എന്ന് പറയാം. സ്വാഗതം ചെയ്യാം പ്രജിന ആര്യ. നമസ്കാരം. ഞാൻ വലിയ ഫ്ലെക്സ് ഒക്കെ നാട്ടിലും എറണാകുളം എല്ലായിടത്തും വെച്ച് ഓൾ കേരള വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അതിന്ന് നമ്മൾ ആരും തിരിച്ചറിഞ്ഞില്ല. എനിക്ക് വേണ്ടി പ്രൊമോഷന്റെ ഒരാവശ്യം എനിക്കില്ല. അതെ, സത്യം. ഇപ്പൊ ഒന്ന് പ്രപ്പോസ് ചെയ്തൊന്ന് കേക്കട്ടെ. അത് വൻ കോമഡിയാ. വേണ്ടത് ചേട്ടാ, ഐ തിങ്ക് ഐ എം ഇൻ ലവ് വിത്ത് യു എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി 2 സെക്കൻഡ് സൈലന്റ് ആയിട്ട് ലവ് ആരോടാ, ഞാൻ ശരിയാക്കി തരാം, പേടിക്കണ്ട. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വാല്യൂ കുറയുന്നതല്ല, നമ്മളെ സ്വന്തമായല്ലോ. പിന്നെ നമ്മുടെ കൂട്ടിലെ കോഴിയാണല്ലോ. പ്രേമിക്കുന്ന സമയത്ത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ ചേട്ടൻ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് മാറിയല്ലോ. നമ്മള് എങ്ങനെങ്കിലും ലൈഫ് സെറ്റ് ചെയ്യാനുള്ള ഓട്ടത്തില് അത് ചിലപ്പം കയ്യിൽ നിന്ന് പോയി പോകും. പ്രജിൻ ഗേൾസുമായിട്ട് ഡാൻസ് കളിക്കുന്ന ആര്യക്ക് ഇഷ്ടപ്പെടുവോ? ആര്യയും തമ്മിൽ ശത്രുക്കളുണ്ടോ? ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ഒരു ലെവലിലേക്ക് എത്തും, അതെ ഇത്രയും പെമ്പിളാരായിട്ട് നടക്കുന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. താങ്കളുടെ ഭർത്താവും ഞാനും തമ്മിൽ ഡിൻ 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 എന്നൊക്കെ പറഞ്ഞവര് വലിയ, ഞാൻ അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏട്ടന് വിട്ടുകൊടുക്കും. പ്രജേട്ടാ ഇതാരാ? ഏട്ടൻ പറയാം ആർക്കറിയാം മോളെ, എനിക്കൊന്നും അറിയാൻ പാടില്ല ഇതാരാ. അന്നൊക്കെ ഉമ്മ തരാൻ ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു. ഇപ്പൊ ഒരു 10 ഉമ്മ ചോദിച്ച ഒരെണ്ണം കിട്ടിയാലായി. ഉമ്മ മാത്രമേ തെറ്റിട്ടുള്ളൂ. ഇതൊരുമാതിരി കോണത്തിലെ ചോദ്യം. ഇതൊക്കെ ഓർത്തിരിക്കും. ഇത് നമ്മള് കമ്പനി പ്രത്യേകം ഉണ്ടാക്കി. എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമസ്കാരം, ഞാൻ അജിൻ വർഗീസ്. ഈ ഓണം കളറാക്കാനായിട്ട് ഇന്ന് എന്നോടൊപ്പം ഒരു അടിപൊളി കപ്പിൾസ് കേട്ടോ. എല്ലാം തുറന്നു പറയുകയും അതോടൊപ്പം ഡാൻസിൽ പുലിക്കൊമ്പൻ എന്ന് പറയാം. സ്വാഗതം ചെയ്യാം പ്രജിന ആര്യ. നമസ്കാരം. 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 ഒത്തിരി സന്തോഷം കേട്ടോ നേരിട്ട് കാണാൻ പറ്റിയതിലൊക്കെ. താങ്ക് യു. കാരണം ഈ ഓണത്തിന് ആരെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പം പ്രജിനും ആര്യയും പ്രജിന്റെ ടീമും അതാണ് ഏറ്റവും കൂടുതൽ വന്നത്. എങ്ങനെയുണ്ട് ഈ ഓണാശംസകൾ? നൈസ്, അടിപൊളി ഓണാശംസകൾ. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഞങ്ങൾക്ക് ഈ വർഷം പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാല് നമുക്ക് ഇന്റർവ്യൂസ് ഒക്കെ കിട്ടിയല്ലോ. അതാണ് വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്. ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ കിട്ടിയല്ലേ? അങ്ങനെയല്ല, കുഴപ്പമില്ല. ഒരുപാടൊന്നുമില്ല, 1-2 ഈ പ്രജിനേക്കാൾ കൂടുതൽ എനിക്കൊന്ന് സംസാരിക്കുന്ന ആര്യ. അത് ഞാൻ ഇങ്ങനെ സംസാരിക്കും. അതാണ് പ്രജേട്ടൻ കുറച്ചുകൂടെ ഡിപ്ലോമാറ്റിക് ആണ്. അല്ല, അവള് കുറച്ചുകൂടെ ഓപ്പണാ. അവളെങ്ങനെ എന്തും അങ്ങനെ നോക്കില്ല, അങ്ങോട്ട് പറഞ്ഞുവിടും. ഈ തുറന്നു പറച്ചിൽ എപ്പോഴെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? അതേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നമുക്ക് നമ്മളാവാനല്ലേ പറ്റൂ. ഉറപ്പായിട്ടും. എനിക്ക് വേറൊന്നും അറിയില്ല. ദിസ് ഇസ് വാട്ട് ഐ ആം. സോ അതാണ്, ഒന്നും ചെയ്യല്ലടാ. ഞാൻ കുറച്ച് പക്ഷെ ഒന്ന് ഫിൽട്ടർ ചെയ്യും. ഞാൻ അതൊന്ന് ഞാൻ ചിന്തിക്കും. ഒന്ന് അത് ഇത് നമ്മള് കമ്പനി പ്രത്യേകം ഉണ്ടാക്കി. അതെനിക്കതല്ല, ഈ കോഴി ഇങ്ങനെ കൂവിക്കൊണ്ടിരുന്നാലേ ചേട്ടൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. മൊത്തത്തില് ഈ ഒരു വോയിസും ഏട്ടന്റെ സംസാരം എല്ലാം കൂടെ മൊത്തത്തില് ഒരു വൈബ് കിട്ടും. എന്തോ ഒരു കഷ്ടം അല്ല. അതും പ്രജിൻ പറയുമ്പോൾ മാത്രമേ കോഴി കൂവത്തുള്ളൂ. അതെ, ഞാൻ പറയുമ്പോ കോഴി മിണ്ടില്ല. നിങ്ങളുടെ പ്ലാൻ ചെയ്ത് കൊണ്ടുവച്ചല്ല. ശരിക്കും കോഴി ഉണ്ടോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വോയിസ് മാത്രം കൊടുക്കാനോ നോക്കേണ്ടി വരും. അല്ലല്ല, പോട്ടെ. എന്തെന്ന് ചോദിച്ചേ? സംസാരത്തിന്റെ കാര്യം. അല്ല, ഞാൻ കുറച്ച് ഫിൽട്ടർ ചെയ്യാൻ. അതെ, ഞാനൊന്ന് ചിന്തിക്കും. എന്തെങ്കിലും സംസാരിച്ച് പ്രശ്നങ്ങളാവോ, എന്തെങ്കിലും അതാവോ എന്നൊക്കെ ഒന്നുകൂടെ തിങ്ക് ചെയ്യും. അതൊന്ന് ആലോചിച്ചിട്ട് പറയും. ഈ പ്രജിനെ എല്ലാ മലയാളികൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അറിയോ? ഒരു താരജാടയോ ഒന്നുമില്ലാതെ ജനങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാണോ? താരം എന്നൊന്നും പറയാനുള്ള ഒരു വലുപ്പം അതാണ് തോന്നുന്നില്ല. ആൾക്കെപ്പോഴും ഇപ്പോഴും
ആ ഒരു എല്ലാരും സ്നേഹിക്കുന്നുണ്ട്, എല്ലാരും നമ്മളെ അറിയുന്നുണ്ട് എന്നുള്ള സന്തോഷം. അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. ഒരാളെ സ്നേഹിക്കാന്ന് വെച്ചാൽ ഏറ്റവും വലിയ കാര്യം. അതാണ് ഒരു ഭാഗ്യം കിട്ടിയത്. നമുക്ക് ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട്. ഇപ്പം ഇതുപോലുള്ളൊരു മൊമെന്റ് ആണെങ്കിലും നിങ്ങളെപ്പോലുള്ള ആളുകൾ വിളിച്ച് നമുക്ക് അത് കുറച്ചും കൂടി മൈലേജ് നമുക്ക് കൂടുതൽ കിട്ടുക. ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു കുഞ്ഞു രീതിയിലെങ്കിലും പേരായിട്ടാണല്ലോ നമുക്ക് അങ്ങനെ കിട്ടുക. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു ഭാഗ്യമാണ് സ്നേഹം കിട്ടുക, ഇങ്ങനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നൊക്കെ പറയണത്. ഇത് ഫിൽട്ടർ ചെയ്തല്ല, ഓപ്പൺ ആയിട്ട് പറഞ്ഞാട്ടോ. ഞാൻ കേട്ടൊരു കാര്യം കേട്ടോ, പഠിക്കാൻ മണ്ടനായിരുന്നു. നല്ല പഠിക്കില്ലായിരുന്നു. ഒരുപാട് അധ്യാപകര് പഠനത്തിന് വേണ്ടി തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പ്രജിന് ഇന്ന് നിൽക്കുന്നത് ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്ന ഒരു വ്യക്തി. എനിക്ക് കുറെ ആൾക്കാർക്ക് കൂടുതൽ ഉണ്ടായ ഒരു അനുഭവമാണ്, കുറെ ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടായ ഒരു അനുഭവം. ഈ കഴിഞ്ഞ വർഷം ഞാൻ സാമൂറിയൻസ് ഹയർ സെക്കൻഡറി സാമൂതിരി കോഴിക്കോടിന്റെ സാമൂതിരി രാജാവിന്റെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ അതായത് നവാതകര് കുട്ടികളെ ഓപ്പണിംഗ് ഇല്ലേ, സ്വാഗതം എന്ന് പറയുന്ന ഒരു വലിയ അവിടുത്തെ ഗുരുവായൂരപ്പൻ ഹാളിൽ വെച്ച വലിയൊരു പ്രോഗ്രാം ആയിരുന്നു. അതിൽ ഞാനായിരുന്നു ഗസ്റ്റ്. എന്നെ പഠിപ്പിച്ച എൻ്റെ ക്ലാസ് മാഷ് ഹരിരാജൻ മാഷായിരുന്നു. ആ സാറാണ് ഇപ്പൊ അവിടുത്തെ പ്രിൻസിപ്പൽ സ്കൂളത്തെ. ആ സാറാ എന്നെ വിളിച്ചത്. ആ പഠനകാലത്തൊക്കെ എങ്ങനെയായിരുന്നു? വഴക്ക് പറയാമായിരുന്നു പഠിച്ചില്ലെങ്കിൽ? നല്ല വഴക്ക്. അന്നത്തെ കാലത്തല്ലേ നമ്മളെ പുറത്താക്കുന്ന സിറ്റുവേഷനും അടി കിട്ടുന്ന സിറ്റുവേഷനും ഒക്കെ ഉണ്ടായിരുന്നു. അതെ, അത് നമുക്ക് നല്ലോണം കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിക്കില്ലായിരുന്നു, പഠിച്ചാൽ തലേ കയറില്ലായിരുന്നു. നമ്മളെന്തെങ്കിലുമൊക്കെ പഠിക്കാനിരുന്നാലും പഠിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അതെ, നമുക്ക് പഠിക്കാൻ ബുക്ക് വെച്ച് വലിയൊരു കുറേ എഴുതി വെച്ച സാധനങ്ങളോ അല്ലെങ്കിൽ എഴുതണതും കറക്റ്റ് ആവാറില്ല. അയ്യോ, അത് പ്രശ്നമാണ്. അതൊക്കെ പഠിച്ച് കാക്കൊല്ല പരീക്ഷ, അരക്കൊല്ല പരീക്ഷ എന്ന് പറഞ്ഞ 3 ടേംസും നമ്മൾ അപ്പോഴത്തേക്കായിട്ട് ഒരു സ്റ്റുഡൻസ് ഭയങ്കര സ്ട്രഗിൾ ചെയ്യണ ഒരു സാധനം. അത് എന്നെ സംബന്ധിച്ച് ഞാൻ നല്ല സ്ട്രഗിൾ ചെയ്യുന്നു എക്സാമും. പക്ഷെ പിന്നെ കോപ്പിടി ഈ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ അടുത്തിരിക്കണവനും പഠിക്കൂല, അതിന്റെ അപ്പുറത്തിരിക്കണവനും പഠിക്കൂല. പക്ഷെ അവനെ നോക്കി നമ്മൾ എഴുതുമ്പോൾ നമ്മൾ 3 ആളും കൂടി അടുപ്പിച്ച് തോൽക്കും. അങ്ങനത്തെ ഒരു നല്ല സിറ്റുവേഷൻ ആണ് ആയിരിക്കും. അങ്ങനെയൊന്നും പിടിക്കുന്നല്ല. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ മാതിരി ഞാൻ അങ്ങനെ ഇരുന്ന് പഠിക്കത്തൊന്നുമില്ല. എക്സാമിന്റെ ഒരു 1 വീക്ക് മുന്നേ എനിക്ക് ഒന്ന് ഓടിച്ചു വിട്ട് എന്തെങ്കിലുമൊക്കെ എൻ്റെ ഇതിൽ മനസ്സിലാക്കി വെച്ച് എഴുതും. എന്ന് വെച്ചാൽ എല്ലാ സബ്ജക്ട്സും അങ്ങനെ എഴുതാൻ പറ്റില്ല, പറ്റുന്നതൊക്കെ അങ്ങനെ ഒപ്പിക്കും. ഒരു ഇത് പറഞ്ഞ പോലെ ഒരു 70. അതുകൊണ്ട് ചെറുപ്പത്തിലേ തൊട്ട് പഠിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പഠിക്കുക വെറുപ്പിക്കലായിരുന്നു. എനിക്കും പഠിക്കാൻ ഇഷ്ടമൊന്നുമല്ലായിരുന്നു. ഓവർലോഡായിരുന്നു പഠിത്തം എന്നെ സംബന്ധിച്ച്. പിന്നെ അമ്മ നന്നായിട്ട് ചീത്ത പറയുമല്ലോ പേടിച്ച് ടൈം ടേബിൾ ഒക്കെ ഉണ്ടാവില്ല. നമ്മുടെ സിസ്റ്റം എൻറ്റയർലി ഇവർക്കൊക്കെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ മാവേലെറിഞ്ഞും ഒക്കെ നടക്കുക. ഞങ്ങൾക്ക് രാവിലെ 7:30 ക്ലാസ് തുടങ്ങി 2:30 വരെ ക്ലാസ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യൽ ക്ലാസ്. ഇതൊക്കെ 5th തുടങ്ങും. ബയോളജി കെമിസ്ട്രി ഒക്കെ ഞങ്ങൾക്ക് 5ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് അപ്പൊ ഈ ടൈം ടേബിൾ വെച്ച് പഠിച്ചിട്ടും അലാം വെച്ച് പഠിച്ചിട്ടൊക്കെ ഇത് തന്നെയായിരുന്നു കുറെ കാലം. എനിക്ക് ആകെപ്പാടൊരു ആഗ്രഹം ഇംഗ്ലീഷ് അറിയുന്ന ഒരു പെണ്ണാവണമെന്നായിരുന്നു. അത് സെറ്റല്ലേ? അത് സെറ്റാണ്. ഇംഗ്ലീഷ് അറിയാം, വേറെ പലതും അറിയാം ഞാൻ. അപ്പൊ എല്ലാ ഭാഷകളും ഇംഗ്ലീഷ്, എല്ലാ ലാംഗ്വേജും നന്നായിട്ട്, എല്ലാ ലാംഗ്വേജും തമിഴ്, ഹിന്ദി ഒക്കെ സംസാരിക്കും. അങ്ങനെ പഠിക്കാൻ മോശമാണെന്ന് പറയുന്ന പ്രജിന് ആ പഠിച്ച സ്കൂളിൽ തന്നെ ഇനാഗ്രേഷന് പോകുന്നു, ഒരു ഡാൻസ് ട്രൂപ്പ് തുടങ്ങുന്നു. ഈ പഠിക്കുന്ന കാലത്ത് തന്നെ അറിയാമായിരുന്നു ഇന്ന് എന്നെ തള്ളിക്കളഞ്ഞവർ നാളെ എനിക്ക് വേണ്ടി കൈയടിക്കുമെന്ന്? അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ആക്ച്വലി നമ്മൾ ഡാൻസിലേക്ക് വരുമ്പോൾ പോലും എവിടെയോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക്. ഈ പ്രൊഫഷനിൽ തന്നെ നിലനിന്നിട്ട് ഒരു 4 ആൾക്കാർ അറിയണം എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ഈ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ 4 ആൾക്കാർ തിരിച്ചറിയാന്നുള്ളതാണ് അല്ലേ? നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ സമയം പക്ഷെ ആ ആഗ്രഹം ബേസിക് ആയിട്ട് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഞാനൊരു സിനിമയൊക്കെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അതിലൂടെ ഭയങ്കര ഒരു കിട്ടുന്നു. ഡാൻസിലൂടെ ചാനലിലൊക്കെ ചെയ്തെങ്കിൽ പോലും നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആളുകൾക്ക് ആയിരുന്നു റീച്ച്. നമ്മളിന്ന് അങ്ങനെ ആരും സൈഡായിരുന്നു. അന്നും ഞാൻ അമൃത TV ചെയ്യുമ്പോഴും പിന്നെ കുറേ ഷോയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സിനിമയായിരുന്നു ഒരു പ്രതീക്ഷ.
ആ സിനിമയിലും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല. സിനിമയാണെങ്കിൽ പോലും സ്വപ്നം കണ്ടത് രണ്ടുപേരും അറിയണമെന്നായിരുന്നു. അതായിരുന്നു. കുറച്ച് ആളുകൾ അറിയണം, നമ്മളൊരു ബ്രാൻഡ് ആവണം, നമുക്ക് നമുക്ക് തന്നെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഡയറക്ഷൻ എന്നുള്ളൊരു സംഭവം ചൂസ് ചെയ്ത് നമ്മൾക്കൊരു ഫ്രീഡം എടുക്കാലോ എന്നുള്ള. അപ്പൊ അതിനൊന്നും ഞാൻ വലിയ ഫ്ലെക്സ് ഒക്കെ നാട്ടിലും എറണാകുളം എല്ലായിടത്തും വെച്ച് ഓൾ കേരള വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അതിന്ന് നമ്മൾ ആരും തിരിച്ചറിഞ്ഞില്ല. എനിക്ക് വേണ്ടി പ്രൊമോഷന്റെ ഒരാവശ്യം എനിക്കില്ല. അതെ, സത്യം. അതില് വേറൊരു പ്രത്യേകത എന്താ വെച്ചാല് എന്റെ ഫോട്ടോ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വേറെ ആർട്ടിസ്റ്റുകളെ ഫോട്ടോ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ അത്രയ്ക്ക് ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഞാനിങ്ങനെ എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ച് നിന്നാൽ ആൾക്കാരെ അടിച്ച് കയറും സിനിമ കാണാന്നൊക്കെ വിചാരിച്ചത്. ആ കോൺഫിഡൻസ് കേട്ടോ ഇന്നും നിലനിർത്തുന്നേ അല്ലേ? ആ കോൺഫിഡൻറ്റ്. പക്ഷെ ഞാൻ അതിലൊരു കാര്യം പഠിച്ചു. നമ്മള് എന്തേലൊക്കെ ആവണം എന്ന് വിചാരിച്ചാല് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ അപ്പോഴാണ് നമ്മളൊരു പാഠം പഠിക്കുക. അയ്യോ, അപ്പോഴാണ് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ എന്ത് ചിന്തിക്കണം, എങ്ങനെയാണ് ലൈഫിൽ. ഞാൻ പക്ഷെ 16 വർഷമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു ഡാൻസിൽ. ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ബാക്കിയൊക്കെ ഇപ്പോൾ എനിക്ക് ദൈവം ആളുകളും തമ്മിൽ എന്തോ ഒരു പ്രാർത്ഥനേൻ്റെ ബലം, നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പ്രാർത്ഥന അങ്ങനെയൊക്കെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് സത്യമാണ് കേട്ടോ. ആ ഒരു ബേസിൽ തന്നെയാണ് എല്ലാം. കഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ എൻ്റെ നല്ല ഇതായിരുന്നു, ഫെയിൽഡായിരുന്നു. പക്ഷെ ഇതിപ്പം പ്രജിൻ ഇപ്പം സംസാരിക്കുമ്പം പോലും ഈ ഡാൻസിലൊക്കെ നിലനിൽക്കാനും അല്ലെ ഡാൻസ് കൊണ്ടൊക്കെ രക്ഷപ്പെടാനും പാടല്ലേ? ഭയങ്കര പണിയാണ് നമുക്ക് ഡാൻസിനെ കൊണ്ടൊന്ന് രക്ഷപ്പെടാൻ. എത്ര ഡാൻസസ് ഉണ്ടെന്നറിയോ? എനിക്കറിയാവുന്ന ഡാൻസേഴ്സ് ആണെങ്കിൽ പോലും അവരോട് വീട്ടുകാർ പറയും ഇതുകൊണ്ട് നടന്നിട്ട് ഒരു വ്യക്തി അല്ല ഉള്ളത് അല്ലേ? സത്യം. ഡാൻസ് കളിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ വൻ പ്രശ്നമാണ്. ഡാൻസർ ആണെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര ഒരു വാല്യൂ കിട്ടാത്ത പോലെയാണ് ഫാമിലി പഠിക്കുന്ന ആളുകൾ. അതാണ് അങ്ങനെ ഒരു സംഭവം. ഡാൻസ് ഒക്കെ കളിച്ചാൽ എന്ത് നടക്കാനോ കുറെ എന്താ പറയാ ഡാൻസും കളിച്ച് നടക്കുക. ആ ഒരൊറ്റ വേർഡില് ഇഷ്ടം പോലെ അങ്ങനെ കേട്ടിട്ടുള്ളൂ. കേട്ടതിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയ കാര്യം എന്തോ? ഒരുപാടുണ്ട്. ബിക്കോസ് ഞങ്ങള് കമ്മിറ്റഡ് ആയിരുന്ന ടൈമിൽ തന്നെ ആദ്യമായിട്ട് എന്താ പറയാ എനിക്ക് ഇങ്ങനെ ഒരാളെ ഇഷ്ടമാന്ന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഫാമിലി ഉള്ള തന്നെ എന്നെ ചേച്ചി പോലുള്ള ഒരാളുടെ എൻ്റെ എല്ലാം കൊണ്ടും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ പോലും അന്ന് ആ ഡാൻസ് കളിച്ച് നടക്കുന്ന ചെക്കനെയാണോ നിനക്ക് ഇഷ്ടം എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഞാൻ ചോദിച്ചു അതാ ഒരാളുടെ ടാലൻ്റ് അല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞ കഴിവല്ലേ, അതിലിപ്പോൾ എന്താ തെറ്റ്, അത് വെച്ചിട്ട് ചോറിനാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതിന് ഞാൻ പണിക്കുപോയാലും ഫുഡ് ഉണ്ടാക്കിക്കൂടെ, അല്ലെങ്കിൽ ജീവിച്ചൂടെ? ഒരാൾ ഇപ്പൊക്കെ അത് മാറി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, കല്യാണം കഴിക്കുന്ന ചെക്കൻ്റെ സ്റ്റെബിലിറ്റി നോക്കും, ഗൾഫ് അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ഉണ്ടായിരിക്കണം, ഓർ ഇനിയിപ്പം ഒന്നുമില്ലെങ്കിലും ഒരു പെർമനന്റ് ആയിട്ട് രാവിലെ പോയി വൈകിട്ട് വരുന്ന ഒരു ഓഫീസ് ഉദ്യോഗസ്ഥനെങ്കിലും ആയിരിക്കണം, എന്നാലേ പെമ്മക്കൾക്ക് നല്ലൊരു ജീവിതം ഉള്ളൂ എന്നാണ് പാരൻസേ വിചാരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇൻജക്ട് ചെയ്ത് തരുന്നത്. നമുക്കൊരു 2 വ്യക്തികൾക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി ഉണ്ടായാൽ മതി. ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റും, ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഇനിയിപ്പോൾ ഏട്ടന് ഈ ഒരു ഫീൽഡ് വെച്ചിട്ട് എനിക്ക് ഇതുകൊണ്ട് പ്രജേട്ടന് ഒരുപാട് പൈസ ഉണ്ടാക്കി കൊണ്ടുതരണം എന്നില്ല. ആളുടെ കഴിവാണ്, ആളുടെ പാഷനാണ്. ജീവിതകാലം മുഴുവൻ ആളത് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ജീവിച്ചാലും ഞാൻ ആളുടെ കൂടെ ജീവിക്കുമ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ പറഞ്ഞ ഓഫീസിൽ പോയി ഇരിക്കാനുള്ളത് എനിക്കുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങൾ ഹാപ്പിയായി ജീവിക്കുന്നു പറഞ്ഞു. കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. സത്യം. അവള് വളരെ ചെറുപ്പത്തിൽ ഞങ്ങള് കല്യാണം കഴിഞ്ഞതാ. ഏത് പ്രായത്തില്? എനിക്ക് 18 ആയിരുന്നു ആ ടൈം. ഞാൻ 22 ആയിരുന്നു. ഭയങ്കര പ്രോബ്ലത്തില് മുന്നത്തെ ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു. ഞങ്ങൾ വിചാരിച്ചതല്ല, ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഒരു സാഹചര്യത്തിൽ അങ്ങനെ കല്യാണം കഴിക്കേണ്ടി വരിക എന്ന് പറയില്ലേ, പെട്ടെന്നുള്ള ഒരു സിറ്റുവേഷനിൽ വീട്ടുകാരൊക്കെ കൂടി കല്യാണം കഴിക്കുമ്പോൾ പക്വത ഉണ്ടായിരുന്നോ? അത് ഏജ് അല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ പക്വത തീരുമാനിക്കുന്നത് അല്ല, അത് നമ്മുടെ സാഹചര്യങ്ങളാണ്. അതെ, ബിക്കോസ് ഞങ്ങൾ അന്നത്തെ ഇമ്മച്യൂർഡ് റിലേഷൻഷിപ്പ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ ആയിരുന്നെങ്കിൽ 1 വർഷം 1.5 വർഷം തന്നെ കഴിഞ്ഞ് ഞങ്ങളിപ്പോ 10 വർഷമായിട്ട് ഒരുമിച്ചാണ്, ദൈവം സഹായിച്ചു ഇതുവരെ ഈ ഒരു ഇതില്. അപ്പോൾ ഇത്രയും കാലം ഞങ്ങളെ പിടിച്ചു നിർത്തിയത് ഞങ്ങളുടെ സ്നേഹവും പരസ്പരമുള്ള ആ ട്രസ്റ്റും തന്നെയാണ്. ഇനിയും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പം അന്നേ എനിക്ക് ഏട്ടൻ്റെ കാര്യത്തിൽ ആ ഒരു ഇത് ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അതുണ്ടായിരുന്നു, സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നു. അതന്നെയാണ് മെയിനായിട്ട് ഞാൻ ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് ഹാപ്പിനെസ് തന്നിട്ടുള്ള കാര്യം അത് തന്നെയാണ്.
അതിൽ ഞാൻ അങ്ങ് ധൈര്യമായിട്ട് നിന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ടൈമിൽ ഒരു ട്രിപ്പ് പോയപ്പോൾ അതൊക്കെ വീട്ടിലറിഞ്ഞു, ഭയങ്കര വിവാദമൊക്കെ ആയി, ഭയങ്കര അറിയാതെ ട്രിപ്പ് പോയി. ചെറുത് ട്രിപ്പല്ല, ആളന്ന് ലെറ്റ്സ് ഡാൻസിലൊക്കെ ഉണ്ടായിരുന്നു അമൃത ടി.വിയിൽ. അപ്പൊ ഷൂട്ട് നടക്കായിരുന്നു ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്. അപ്പൊ എനിക്ക് ഇത് കോളേജില്ല, ഞാൻ JDT-ലായിരുന്നു ആ ടൈമിൽ, ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളൂ +2 കഴിഞ്ഞ പാടെ തന്നെ. അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു ഞാനും വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലിൽ കള്ളമൊക്കെ പറഞ്ഞു പോയി. അങ്ങനെ വീട്ടുകാരെ അറിഞ്ഞു, കുറച്ച് വിഷയമായി. അപ്പൊ എനിക്ക് പേടിയായി പിന്നെ വീട്ടിൽ പോകാനൊക്കെ. അങ്ങനെ ഞാൻ ഏട്ടനോട് വാശി പിടിച്ച് നിങ്ങൾ എന്നെ ഇപ്പൊ കല്യാണം കഴിക്കില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കെട്ടിപ്പോയതാണ്. അപ്പൊ കറങ്ങാൻ പോയതൊരു സീനായിരുന്നു. അതെ, കറങ്ങാൻ പോയപ്പോൾ കുറച്ച് പ്രശ്നമായി, കുറച്ചധികം പ്രശ്നമായി. കാരണം അറിയാലോ, അച്ഛനമ്മ അവരുടെ അടുത്ത് പറയാതെ, പിന്നെ ഇന്നത്തെ കാലമൊന്നുമല്ലേ, കല്യാണത്തിന് മുന്നേ അല്ലെങ്കിൽ പ്രേമിച്ചിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോകുന്നു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ലോകം ഇടിഞ്ഞ് വീണു. പിന്നെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ എല്ലാം കൂടി 11 വർഷമായി. അല്ല 12 വർഷം മുന്നേ. സോ അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ ഈ പറഞ്ഞ മാതിരി, പിന്നെ നമ്മള് പെൺപിള്ളേർക്ക് വീട്ടിൽ കയറി പേടിയില്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അച്ഛൻ കൊന്നു കളയോന്നൊരു ടെൻഷനാവും. അന്ന് കൂടെ അപ്പൊ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഒരു നിവർത്തിയില്ല, എന്തെങ്കിലും ചെയ്തിട്ട് എന്നെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും, എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല പറഞ്ഞപ്പോ നന്നായിട്ട് പേടിച്ചു. അപ്പൊ ഏട്ടൻ പറഞ്ഞു ശരി ഏതായാലും നമുക്ക് കല്യാണം കഴിക്കണം, ഇപ്പൊ തന്നെ അങ്ങ് കല്യാണം കഴിച്ചേക്കാം, പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ഭയങ്കര സീറോ ആണ്, ഇനി വേണം നമുക്ക് ഇതാക്കാന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ചു. ഓഫ് കോഴ്സ് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. വീട്ടുകാരെ എതിർപ്പുകളും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. എന്തായാലും 18 വയസ്സുള്ള ഒരു കുട്ടി പോയി കല്യാണമൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവര് ഇതായി. പിന്നെ ഞങ്ങളുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ അന്ന് തൊട്ട് ഒരു ഓട്ടോ ആയിരുന്നു. ഞാൻ ആങ്കറാണ് ആക്ച്വലി. ഞാൻ ആങ്കറിങ്ങില് എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇതുണ്ടെന്ന്. അതും പ്രചേട്ടൻ തന്നെയാണ്. ഏട്ടന് അറിയുന്ന ഒരു ചേട്ടനോട് സംസാരിച്ച് എൻ്റെ സംസാരമൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഏട്ടൻ പറഞ്ഞു അവളെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്യിച്ചു നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ തുടക്കം ഓർമ്മയുണ്ടോ? സിനിമാ പറമ്പ്. എൻ്റെ ഉള്ളില് പലതും പുറത്തു കൊണ്ടുവന്ന പ്രചേട്ടൻ, എൻ്റെ കഴിവുകളൊക്കെ എല്ലാം എന്തെല്ലാം ഉണ്ടോ എനിക്ക് പോലും അറിയാത്ത പലതും കണ്ടുപിടിച്ച് എന്നെ മോട്ടീവ് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്തത് ആള് തന്നെയാണ് പല കാര്യങ്ങളിലും. ആണ് എക്സാക്ട്ലി, അങ്ങനെ തന്നെ പറയാം. പൈസക്ക് പൈസ വേണമല്ലോ നമുക്ക്. ഈ 1 രൂപ ഇല്ലാത്ത ടൈമിലാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നതും, പിന്നെ നിങ്ങൾ ഒരുമിച്ച് നിന്നാണ് ഇന്ന് വരെ ഉള്ള ഉയർച്ചയിൽ നിങ്ങൾ എത്തി നിന്നത്. ഈ ഉയർച്ചയിലുള്ള പങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിച്ചത് ആരാ? രണ്ടുപേരും ഒരുപോലെ ആയിരുന്നോ? അതെ, അത് ആക്ച്വലി നമുക്ക് ഉയർച്ച എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട്, ഞാനും ആര്യമോളും ആയിരുന്നു തുടക്കത്തിൽ. അങ്ങോട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുക്കലും ആനുവൽ ഡേ ഒക്കെ നോക്കി, പിന്നെ ഞങ്ങൾ എല്ലാ ജിമ്മിലും പോയിട്ട് സുംബ ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ അവിടുന്ന് കിട്ടുന്ന ഒരു ക്ലാസ് എടുത്താൽ നമുക്ക് കിട്ടും 400 റുപ്പീസ് കിട്ടും. അപ്പോൾ 1 മണിക്കൂർ. ആ സമയത്ത് അത് വലിയൊരു പേയ്മെന്റ് തന്നെയായിരുന്നു. ഇന്നത്തെ 400. അയ്യോ, അത് 11 വർഷം 10 വർഷമായി. അപ്പോൾ ആ 400-ന് നല്ല വാല്യൂ ഉണ്ടായിരുന്നു അന്നേ നമ്മൾ. പക്ഷെ അതേ ഉണ്ടായിരുന്നുള്ളൂ ജീവിക്കാൻ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കാര്യങ്ങൾ കഴിഞ്ഞു പോവാന്നുള്ളൊരു ഫുഡും ഇതും അതിനെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ളൂ. പിന്നെ ഒരു വാടകേന്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കൊറിയോഗ്രാഫി എന്തെങ്കിലുമൊക്കെ കിട്ടി റെന്റ് കൊടുക്കുന്നു. അന്നൊക്കെ 3500 രൂപയൊക്കെ ഞങ്ങൾ സ്റ്റാർട്ടിങ് വീടൊക്കെ നിന്ന് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നീട് നമുക്ക് തുടങ്ങിയപ്പോഴാണ്, നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുക പൈസ കിട്ടി നമ്മളൊന്ന് സെറ്റിൽ ആവാൻ തുടങ്ങി. കുഴപ്പമില്ലാത്ത സെറ്റിൽ ആവുക എന്ന് പറഞ്ഞാൽ ഒന്ന് അടിപൊളിയായിട്ട് സെറ്റിൽ ആവുക എന്നല്ല, അടിപൊളിയായി തന്നെ. നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ അത് നമുക്ക് അതിലേക്ക് നല്ലൊരു പാർട്ട്ണർ വന്നു. പാർട്ട്ണർ അല്ല, അതിൻ്റെ ഒരു അത് എൻ്റെ ഒരു ആഗ്രഹം ഞാനൊരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ന് പറയുന്നത് പ്രജിൻ്റെ എന്ന് പറഞ്ഞ ലെറ്ററാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ ഞാൻ തന്നെ എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു ഫയർ ഉണ്ടാവണം, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് എന്താ പറയുക ഒന്ന് സ്പെഷ്യലായിട്ട് ചെയ്യണം, മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തനാവണം. നമ്മളൊരു കോൺഫിഡൻ്റ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ലെറ്ററിൻ്റെ മുകളിൽ ഫയർ എന്ന് പറഞ്ഞൊരു തീം ആഡ് ചെയ്ത്. അപ്പോൾ അത് ഞാനൊരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോഴാണ് അത് നല്ല രസമുണ്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് സജിത എന്ന് പറഞ്ഞ്, ഞാൻ സജിമോളെ ഞാൻ വിളിക്കാം. അപ്പോൾ ആള് വന്നിട്ട് നമ്മളെ കൂടെ നിന്നു. അപ്പോൾ എനിക്കും ആര്യമോൾക്കും ഒരു ഭയങ്കര ഒരു സപ്പോർട്ടിങ് ആയിരുന്നു അത്. ഞങ്ങളെ ഫാമിലിക്കും ആ ഒരു സമയത്ത് ആ ഒരു സ്ഥാപനം വന്ന് ആളുടെ ഒരു ഹെൽപ്പിൽ ഭയങ്കര ഒരു ജീവിതം തന്നെ മാറിപ്പോയി. അപ്പോൾ ഭയങ്കര ഒരു ചേഞ്ച് വന്നു. ഈ തുടക്ക സമയത്ത് എത്ര കുട്ടികളുണ്ടായിരുന്നു? ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? ഞാൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് സ്റ്റുഡൻസിന് കുറവുണ്ടായിരുന്നില്ല.
അത് ആ സമയത്ത് തുടങ്ങിയപ്പോ സുംബ ആയിരുന്നു മെയിൻ ആയിട്ട് മാർക്കറ്റ് ചെയ്തിരുന്നത്. അതെ അതെ. ആക്ച്വലി ഫസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്തിരുന്ന ഫിറ്റ്നസ് സജിമോൾ അവിടെ ഏട്ടൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു. അങ്ങനെ ഇവര് ഫ്രണ്ട്സ് ആയി. അപ്പൊ ഏട്ടൻ്റെ ടാലന്റ് കണ്ട് ആരും ചെയ്യാൻ എടുക്കാത്ത റിസ്ക് തന്നെയാണ് അന്ന് ആക്ച്വലി പുള്ളിക്കാരത്തി എടുത്തിട്ടുള്ളത്. കാരണം എന്ത് കണ്ടിട്ട് മീൻസ് എല്ലാവരും ഫാമിലിന്നും ആള് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ആളാണ്, ബിസിനസ് ലേഡിയാണ്. സോ ഫാമിലിന്ന് അതിൻ്റെതായ പ്രഷർ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു എന്തിനു വേണ്ടി ഒരു ഡാൻസ് ക്ലാസ്സിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ള രീതിയിൽ ഷാരു ട്രസ്റ്റ് വെച്ച് ചെയ്തു. അപ്പൊ ഡാൻസ് അല്ലായിരുന്നു ഫോക്കസ് ചെയ്തത്, സുംബ ആയിരുന്നു. സുംബ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തു. സുംബയ്ക്ക് നല്ലോണം ക്ലയൻസ് ആവാൻ തുടങ്ങി. പിന്നെ അതിന്റെ കൂടെ ഒരു ഡാൻസ് ക്ലാസ് പോലെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ലൈക്ക് അതൊരു ഫിറ്റ്നസ് സെക്ഷൻ ആയിട്ട് മാറുകയും ചെയ്തു. ഇത് പക്ക ഒരു ഡാൻസ് ക്ലാസ് എന്നുള്ള രീതിയിലുമായി. പിന്നെയാണ് ഡാൻസ് ക്ലാസ് കയറി തുടങ്ങി. സ്റ്റാർട്ടിങ്ങിലായിരുന്നില്ല ആക്ച്വലി. പിന്നെ ഡാൻസ് ക്ലാസ് നല്ല രീതിയിൽ ഡെവലപ്പായി. പിന്നെ ഇൻസ്റ്റയില് ഫസ്റ്റ് റീലില് ആ ഒരു വൈറൽ കണ്ടന്റ് വന്നതിന് ശേഷം മധുമതിക്ക് ശേഷം ഭയങ്കര കേരള കയറി. പിന്നെ ഒരു കത്തലായിരുന്നു. നിങ്ങളുടെ പ്രണയത്തിൽ ആദ്യം പ്രണയം തുറന്നു പറഞ്ഞാരാ? അത് ഞാൻ തന്നെ. എത്ര നാള് നടന്നു വളയ്ക്കാൻ? എനിക്ക് അന്ന് തോന്നി, അന്ന് രാത്രിയാണ് ഞാൻ പറഞ്ഞു. ഞാൻ രാവിലെ തോന്നി, നൈറ്റ് ഞാൻ പ്രപ്പോസ് ചെയ്തു. പ്രജിന് ഇഷ്ടപ്പെടാൻ ഉണ്ടായ കാരണം എന്തുവാ? ഡാൻസ് മാത്രമാണോ? അല്ല, അവൾക്ക് അറിയില്ലായിരുന്നു ഡാൻസ്. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. എന്റെ ഒരു വെഡിങ്, എന്റെ സിസ്റ്ററിന്റെ വെഡിങ്ങിലാണ് കാണുന്നത് ആക്ച്വലി. എന്റെ എന്താ പറയാ, അമ്മയുടെ ചേച്ചിയുടെ മോളുടെ. അപ്പൊ ചേട്ടൻ ജർമ്മനിയിലായിരുന്നു. ചേട്ടന്റെ ഫ്രണ്ട്സ് കുറെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തില് അന്നേ പ്രജേട്ടൻ ഈ ഹെയർ കളർ ചെയ്തിട്ടും ഭയങ്കര ട്രെൻഡി ആയിട്ടൊക്കെ നടക്കുന്ന ഒരാളാ. നമ്മളെ നാട്ടില് ഞങ്ങള് കുന്നത്തുപാലം, എന്റെ നാട് നെന്മാറ, ഞങ്ങളൊക്കെ ഗ്രാമം നമ്മൾ കാണില്ല ഇങ്ങനത്തെ ആളുകളെ. മുണ്ടു ഷർട്ട് ഇട്ട് ചന്ദനക്കുറിയാണ് നമ്മുടെ മാക്സിമം ട്രെൻഡ്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു ചേട്ടൻ ഡിഫറെന്റ് ആയിട്ട് നിന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നി, എൻ്റെ ബ്രദറിന്റെ ഫ്രണ്ടായിരിക്കും, ജർമ്മനിയിൽ നിന്ന് വന്നായിരിക്കും എന്നൊക്കെ കരുതി ഞാൻ. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി ലാസ്റ്റ് ഒരു ടൈം കിട്ടുന്നില്ല പറയാൻ. കാരണം അമ്മയും എല്ലാവരും ഉണ്ടല്ലോ കൂടെ. അങ്ങനെ നൈറ്റ് ഞങ്ങൾക്ക് തിരിച്ചു പോവാൻ ബസ് കിട്ടാഞ്ഞപ്പോൾ ഏട്ടൻ്റെ ബൈക്കിൽ അൺഎക്സ്പെക്റ്റഡ്ലി ഞാൻ കയറേണ്ട ഒരു സാഹചര്യം വന്നു. ഞാനും എൻ്റെ സിസ്റ്ററും. അവൾ കുഞ്ഞായിരുന്നു, എന്നെക്കാളും 8 വയസ്സ് താഴെയാണ്. എന്നാൽ അവൾക്ക് 9 വയസ്സേ ഉള്ളൂ അല്ലേ കൃഷ്ണമുക്ക്. അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ വേറെ ചാൻസ് ഇല്ല, ഫോണൊന്നും ഇല്ലല്ലോ, പറഞ്ഞല്ലേ പറ്റൂ. അതിന് ഞാൻ പ്രപ്പോസ് ചെയ്തു. ഇംഗ്ലീഷിലായിരുന്നു ഞാൻ പ്രപ്പോസ് ചെയ്തത്. അത് വൻ കോമഡിയാ. ഞാനിങ്ങനെ ബൈക്കിൽ നിന്ന് പറഞ്ഞു, ചേട്ടാ ഐ തിങ്ക് ഐ എം ഇൻ ലവ് വിത്ത് യു എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി 2 സെക്കൻഡ് സൈലന്റ് ആയിട്ട്, ലവ് ആരോടാ, ഞാൻ ശരിയാക്കി തരാം, പേടിക്കണ്ട, നമ്മുടെ റിലേറ്റീവ്സിൽ ആരെങ്കിലും ആണോ എന്നൊക്കെ. ആളെയാണ് ഞാൻ പ്രപ്പോസ് ചെയ്തതെന്നേ മനസ്സിലായില്ല. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച എന്നെ കളിയാക്കുകയാണോ എന്നുള്ളത്. പിന്നെ എന്നോട് ഞാൻ പറഞ്ഞ യു ചേട്ടനോടാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ വളച്ചതൊക്കെ എനിക്കിതൊന്നും മനസ്സിലാവുന്നു. അത് ഈ അടുത്ത് പ്രേമലൂല് വന്ന സമയത്ത് ലാസ്റ്റ് പറഞ്ഞ അതിലൊരു ഡയലോഗ് ഉണ്ടല്ലോ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിരുന്നു, നിന്റെ സ്റ്റോറി ആയിട്ട് എവിടെയോ ഒരു കണക്ഷൻ ഉള്ള പോലെ എന്ന് പറഞ്ഞത് കേട്ടിട്ട്. അപ്പൊ ഏട്ടൻ പറഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ട് വിവരം തരാറുണ്ട്. അപ്പൊ ഞാൻ അമ്മയുടെ നമ്പർ കൊടുത്തു. അതിൽ വിളിച്ചു പറയാം. പിറ്റേ ദിവസം തന്നെ വിളിച്ചു രാവിലെ. 2 ദിവസം നടത്തില്ല, ചുമ്മാ ബിൽഡപ്പ് ഇട്ടായിരുന്നു. ഇനി പ്രജിന് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തോ? അവള് ഇങ്ങനെ തെറിച്ച് കളിക്കായിരുന്നു അവിടെ തന്നെ. ആ കല്യാണ വീട്ടിൽ ഇങ്ങനെ ഇവള് മാത്രമായിരുന്നു ഒരു ഓളിനോളായിരുന്നു അവിടെ ഇങ്ങനെ ഓടിക്കളിക്കണ. എല്ലാവർക്കും ഒരു ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലായിരുന്നു അവളുടെ ഒരു കളി ഇതൊക്കെ. അപ്പൊ എനിക്ക് ആക്ച്വലി കണ്ടപ്പോഴത്തെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഭയങ്കര ഓടി തുള്ളിത്തെറിച്ച് കളിക്കുന്ന ഒരു കുട്ടീനെ പോലെ തോന്നി. അപ്പോൾ ആ പ്രേമം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ തുടങ്ങിയതല്ലേ. അങ്ങനെ ഞങ്ങൾ ഐസൊലിവറും കൈമാറി. ഇതിനൊരു സന്തോഷമായിരുന്നു. ഇനിയിപ്പം പ്രേക്ഷകർക്ക് അറിയേണ്ടത് മനപ്പൊരുത്തുവാ. ഇത്രയും പ്രണയിച്ചു, ബൈക്കിൽ വെച്ച് പ്രണയം പൂത്തൊലഞ്ഞു, ഇവിടം വരെ ജാതകം നമ്മൾ നോക്കുമല്ലോ. അങ്ങനെ നോക്കുമ്പോ ഞങ്ങള് തമ്മിൽ പൊരുത്തയില്ല. ഇല്ല. ഈ ജാതകർക്ക് നോക്കുമ്പോ എന്താ പറയാ, നമ്മള് അത് വെച്ച് നോക്കുമ്പോ കുറെ ശരികളുണ്ട്. പക്ഷെ കുറെ കാര്യങ്ങൾ നമ്മളെ മനസ്സ് തന്നെയാ സത്യം. നമ്മളെ മനസ്സിൽ കോൺഫിഡന്റ് വെച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് മനസ്സിന് വലിയൊരു പ്രാധാന്യം. പിന്നെ അല്ലാതെ ഒരു കല്യാണം കഴിഞ്ഞിട്ടൊന്ന് അജിൻ ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമൊക്കെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംഭവമായിട്ടാ. അത് ചെറിയ കാര്യമല്ല. അത് ഞങ്ങൾ വളരെ ചെറുപ്പത്തിൽ, ഞങ്ങൾ ആ ഒരു പ്രായത്തിലല്ലേ കല്യാണം കഴിഞ്ഞ. അപ്പൊ കഴിഞ്ഞ വർഷം ആനിവേഴ്സറി ചെയ്യുമ്പോൾ 10 വർഷം എന്നുള്ളത് ഞങ്ങൾക്ക് ഫീലേ ചെയ്യുന്നില്ല. 10 വർഷമൊക്കെ ആയോ എന്ന് ചോദിക്കും. സത്യം, ഞങ്ങള് 10 ഇയേഴ്സോ. അപ്പൊ ഞങ്ങള് പരിചയപ്പെട്ട് വെച്ച് നോക്കിയാൽ 12 ഇയേഴ്സ്. എന്റെ 15-ാം വയസ്സിൽ ഞാൻ ഏട്ടന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. 15 അല്ല 16 വയസ്സിൽ സത്യമായിട്ടും. ഞാൻ +1 ജോയിൻ ചെയ്ത ടൈമിൽ തന്നെ.
അപ്പോൾ അതിനുശേഷം 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണവും കഴിഞ്ഞു പോയി. ഓൾ ഓഫ് എ സഡൻ ആയിരുന്നു എല്ലാം. അന്ന് തൊട്ട് ഇത്രയും കാലം പെട്ടെന്ന് അങ്ങ് പോയ മാതിരിയാ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത്. ഈ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രണയമല്ല വിവാഹ ജീവിതം. വിവാഹ ജീവിതമൊക്കെ നടന്നു കഴിയുമ്പം മിണ്ടായിരിക്കേണ്ടത് ചിലപ്പോൾ മിണ്ടായിരിക്കണം, കണ്ണടയ്ക്കേണ്ടത് കണ്ണടയ്ക്കണം. ശരിക്കും ഈ ഒരു 10 വർഷം നീണ്ടു നിന്നതിന്റെ ഒരു ബോണ്ടിങ് എന്തുവാ? അത് അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടോ. നമ്മള് അതെ, ചേട്ടൻ പറഞ്ഞൊരു കാര്യം സത്യം. പ്രണയം അല്ല ജീവിതം. അതാണ് പ്രണയിക്കുമ്പോൾ നമ്മള് അതല്ല, അതെല്ലാം നമുക്ക് നിലനിർത്തിയെങ്കിലും പല കാര്യങ്ങളും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു സാധനം പറഞ്ഞുതരാം. ഇപ്പൊ പ്രേമിക്കുന്ന സമയത്ത് ചേട്ടന്റെ ഗേൾ ഫ്രണ്ട് ഒരു 5:30 എത്തുന്ന പറഞ്ഞാൽ ചേട്ടൻ 5 മണിക്കേ പോയിട്ട് വെയിലത്തൊക്കെ നിന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കും. കല്യാണം കഴിഞ്ഞിട്ട് 5:30 എന്നുള്ളത് ഒരു 5:35 ആയ ചേട്ടൻ ചോദിക്കില്ലേ, എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, നീ എവിടെ പോയി കിടക്കരുത്? നമ്മൾക്ക് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വാല്യൂ കുറയുന്നതല്ല, നമ്മളെ സ്വന്തമായല്ലോ. പിന്നെ നമ്മുടെ കൂട്ടിലെ കോഴിയാണല്ലോ. അതുവരെ പ്രേമിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കാനുള്ള വെപ്രാളായിരുന്നു. സ്വന്തമായി കഴിഞ്ഞ് നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ മിഥുനം സിനിമയൊക്കെ. ആലോചിച്ചു അവൻ ലാലേട്ടൻ ഇങ്ങനെ ഉർവശി മാമിന്റെ പുറകെ നടന്ന് കല്യാണം കഴിഞ്ഞപ്പോ ആളെ കിട്ടാത്തൊരു സിറ്റുവേഷനായി. ആ ടൈമിൽ ഇടയ്ക്ക് ഞാനിങ്ങനെ എൻ്റെ വിഷമങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് ആ ഒരു ഏട്ടൻ എന്നെ കല്യാണം കഴിച്ച് പിന്നെ പുള്ളി ഭയങ്കര കോൺഷ്യസ് ആവാൻ തുടങ്ങി. ഈശ്വര ഒരു പെങ്കൊച്ചുണ്ട്, ഇനി എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റേബിൾ ആവണം. കാരണം വീട്ടിൽ നിന്ന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ 1 വർഷത്തോളം ഏട്ടൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഡാഡി അമ്മയൊക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഏട്ടനൊരു ജോലിയില്ല. അപ്പോൾ ഇവർ കൺസേൺ കൂടുകയാണ് പാരൻസിന്റെ. ഈശ്വര ഈ ഒരു പ്രായത്തിൽ ഒരു കുട്ടീനെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നുള്ളത് എന്തോ. അപ്പോൾ ഏട്ടൻ ആ ഒരു ടെൻഷൻസ് ഭയങ്കരമായിട്ട് ആളെ ഡിസ്റ്റർബ്ഡ്. ഇപ്പം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ അന്ന് നമ്മൾ ഈ പുതുമോടിയാണല്ലോ, ഇപ്പം കിട്ടുന്നില്ല, മിണ്ടാൻ സമയം കിട്ടുന്നില്ല, റൊമാൻറ്റിക് സാധനം വരുന്നില്ല, പ്രേമിക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ. ഇതൊക്കെ ഞാനും ചോദിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഏട്ടൻ ഒരു ദിവസം പറഞ്ഞു, നീ മിഥുനത്തിൽ ഉർവശി ചേച്ചിയുടെ മാതിരി എപ്പോഴും. അപ്പോഴാണ് ഞാൻ ഈ മിഥുന സിനിമ തന്നെ കാണുന്നത്. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മള് ആണുങ്ങൾക്ക് ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഉത്തരവാദിത്തം അപ്പായി ഭയങ്കര കൂടി. അതുവരെ കളിച്ച് നടന്ന പരിപാടി നമ്മളെ ജീവിതത്തിലേക്ക് വേറൊരു ഫാമിലിന്ന് ഒരു കുട്ടി കയറി വരിക. പിന്നീട് നമ്മള് ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മള് പിന്നെ നമുക്ക് ഉണ്ടാവുന്നത് 2 അച്ഛനും 2 അമ്മയായി. അതെ, അവളുടെയും കൂടെ അച്ഛനും അമ്മേന്റെയും റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഈ ആണുങ്ങളെ തലയിലായി. അപ്പൊ നമുക്ക് ആ അച്ഛനും അമ്മയും മാത്രം അടങ്ങുന്നതല്ലല്ലോ, അവർക്കും ചേച്ചിമാര് പെങ്ങന്മാര്. എൻ്റെ ഫാമിലിയിൽ എന്നെ 18 വർഷമായിട്ട് അറിയാം. ആ സമയത്ത് എന്നെ 22 വർഷമായിട്ട് എന്നെ അറിയാം. അപ്പോൾ ഇവളെ ഫാമിലി കൂടെ കയറുമ്പോൾ പിന്നെ വേറൊരു ജീവിതം തുടങ്ങാം. പിന്നെ നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ആണുങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പിന്നെ നമ്മളെ പേര് നിലനിർത്തണം, അവർക്ക് നല്ല മരുമോനാവണം, മരുമോൻ മാറിയിട്ട് മോനാവാൻ ശ്രമിക്കണം. അപ്പോൾ പിന്നെ ഫാമിലിയിൽ അതുവരെ കാണാത്ത അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന പോലെ അല്ലാതെ നമ്മൾ വേറൊരു ജീവിതം തന്നെ തുടങ്ങണം. ഒരു പെണ്ണിനെ എങ്ങനെ കൊണ്ടുനടക്കാം, എങ്ങനെ നോക്കാം, അതൊക്കെ നമ്മൾ ആ ആണുങ്ങളെ പ്രഷർ എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല അജിൻ ചേട്ടാ. ഞാൻ ചിലപ്പോൾ ആണുങ്ങളത് തുറന്ന് പറയത്തില്ല, നമ്മൾ എല്ലാ ആണുങ്ങളും അത് തുറന്ന് പറയില്ല. പക്ഷേ നമ്മൾക്ക് എന്തോ ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്നറിയോ. സാധാരണ ചില പെൺകുട്ടികൾ ആ സമയത്ത് ഇവർ കമ്പാരിസൺ ചെയ്യും. പ്രേമിക്കുന്ന സമയത്ത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ ചേട്ടൻ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മാറിയല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഗതി വരുമ്പോൾ നമ്മളെ ഉള്ളിൽ അങ്ങനെ ആവാൻ ശ്രമിക്കും. പക്ഷെ സിറ്റുവേഷൻ സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും ലൈഫ് സെറ്റ് ചെയ്യാനുള്ള ഓട്ടത്തിൽ അത് ചിലപ്പം കയ്യിൽ നിന്ന് പോയി പോകും. നമ്മൾ അതെങ്ങനെ പിടിക്കണം എന്നുള്ള എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ഞാൻ ആര്യമോൾ എപ്പോഴും പറയുന്നു, ഏട്ടൻ ഇപ്പൊ സമയമില്ല. നമ്മൾ ഈ ഗേൾസിന്റെ ഒരു സീൻ എന്തെന്നറിയോ, എപ്പോഴേ ഒരുവിധപ്പെട്ട എല്ലാ പ്രേമബന്ധത്തിലും നോക്കി നോക്കൊണ്ടു പെൺകുട്ടികൾ തുടക്കത്തില് വളരെ ജാടയിടും. ജാടയിടും. നമുക്ക് വലിയ ഇമോഷൻസ് നമ്മൾ പ്രകടിപ്പിക്കില്ല. ഇവരാണ് നമ്മളെ കോരിച്ചൊരിയും, നമ്മുടെ പുറകെ നടന്ന് അഡ്മയർ ചെയ്ത് അതാക്കി ഇതാക്കിയൊക്കെ. നമ്മൾ വൺസ് ഇവരോട് യെസ് പറയുന്ന മൊമെന്റ് തൊട്ടാണ് ഞങ്ങൾ റിയലായിട്ട്
പ്രണയം ഞങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങുക ഗേൾസ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് വർഷങ്ങൾ എത്ര പോയാലും ഓരോ ദിവസവും ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ കൂടിയാ വരിക. ഈ കിട്ടണം, ഇങ്ങനെ മൊമെന്ററീസ് ലൈക്ക് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. പഴയമാതിരി ചിലപ്പോൾ ഒരു പൂ കൊണ്ട് പണ്ട് നമ്മൾ ഒട്ടും ആഗ്രഹിക്കാതെ ഇവർ ചെയ്ത കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇവര് ചിന്തിക്കും അത് കഴിഞ്ഞ് ഇവർക്ക് കഴിഞ്ഞു, നമ്മുടെ മൈൻഡിൽ അത് കിടക്കും. ഭയങ്കര സർപ്രൈസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ചിലപ്പോൾ ആ മൊമെന്റിൽ നമ്മളത് പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല, അത്ര വലിയൊരു സാധനം കൊടുത്തിട്ടുണ്ടാവില്ല. പിന്നെ ഇവൻച്വലി നമുക്കിത് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള സാധനത്തിലേക്ക് നമ്മുടെ ഇത് വരും. ഇവരെ കേസ് എന്താന്ന് വെച്ചാൽ നേരെ തിരിയും. ഇനിയിപ്പം എന്റേതായി, ഇനി എനിക്ക് റെസ്പോൺസിബിലിറ്റി ആണ്, ഇനി കുട്ടിയെ നോക്കണം, നന്നായിട്ട് വളർത്തണം, കുട്ടികളാവണം, കുടുംബം. ഇതാണ് നമുക്കതല്ല, ഇനിയും പ്രേമിക്കണം, മരണം വരെ പ്രേമിക്കണം. ഇതൊക്കെയാണ് ഗേൾസിന്റെ, ഞാൻ എൻ്റെ അറിവിൽ എൻ്റെ ഫ്രണ്ട്സിന് എനിക്കൊക്കെ ഉള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വികാരം ഇതൊക്കെ. പിന്നെ അതിൽ ചേഞ്ച് വരുന്ന ഞാൻ മനസ്സിലാക്കിയ 2 കാര്യമായിരുന്നു. ഇപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഗ്രീറ്റിംഗ്സ് കാർഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് പ്രേമിക്കുന്ന സമയത്ത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു സംഭവമേ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇല്ല. പിന്നെ രണ്ടാമത് കല്യാണത്തിന്റെ മുന്നേ നൈറ്റ് ഓവർ ടൈം ഒക്കെ ഒരുപാട് സംസാരിക്കായിരുന്നു. അന്ന് കുറേ കാര്യങ്ങളും കഥകളും നമുക്ക് സുഖങ്ങളുള്ളതും സന്തോഷമുള്ള കാര്യങ്ങളും നമുക്ക് വേണ്ട ആ സമയത്ത് ഒരു സെക്കൻഡ് കിട്ടിയാൽ നമ്മൾ ഫോൺ എടുത്തിട്ട് വിളിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളെ ലെവലില് ഇപ്പൊ അവളാണെങ്കിലും അരിമോളാണെങ്കിലും ബിസിയാണ്. അവളുടെ ഇതിൽ പ്രൊഫഷണൽ ബിസിയാണ്, ഞാൻ എൻ്റെ കാര്യത്തിൽ ബിസിയാണ്. ഇപ്പൊ അവള് പ്രൊഫഷണലി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും ഞങ്ങള് സംസാരിക്കുന്നത് വളരെ ഞങ്ങള് 2-3 ദിവസമൊക്കെ ചിലപ്പോൾ കോൾ ചെയ്യാതൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. ഇപ്പൊ ഭയങ്കരമായിട്ട് ആദ്യം തൊട്ടേ ലൈക്ക് ഈ പറഞ്ഞ മാതിരി പി തുടങ്ങിയ ആൾ അതിലേക്ക് ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയപ്പോ തൊട്ട് അപ്പൊ എനിക്ക് ആങ്കറിങ് മാത്രമായിരുന്നു. ഞാനിപ്പോ 3 years ആയിട്ട് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തു ബാംഗ്ലൂർ. അപ്പൊ ഞാനും കൂടെ ഇപ്പൊ അതുപോലെ ബിസി ആയപ്പോ എനിക്ക് കുറെയൊക്കെ അത് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളെ വല്ലാണ്ട് ഞാൻ ഒന്നുമല്ല, മീൻസ് എനിക്കൊന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോ ആള് ഭയങ്കര ബിസി ആവുമ്പോ എനിക്ക് ഒറ്റപ്പെടൽ. ചേഞ്ച് എന്തായാലും ചേട്ടാ വരും. നമുക്ക് അത് ഒരിക്കലും ഒരാൾക്ക് ലൈഫ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. അജിൻ ചേട്ടൻ മാരീഡ് ആണോ? അല്ലല്ലോ. അജിൻ ചേട്ടാ, നമ്മള് വാഗ്ദാനങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് പാർട്ട്നേഴ്സിന് കൊടുക്കും. കൊടുക്കണമെന്നാണോ പറയുന്നത്? കൊടുക്കണം. പക്ഷെ ഞാൻ എൻ്റെ ഒരു പാഠം എന്താന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചൊരു പാഠം, അതായത് എനിക്ക് കിട്ടിയൊരു സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മൾ അത് നിലനിർത്താൻ പറ്റണം. കൊടുക്കുന്ന ഒരു കുഞ്ഞു വാഗ്ദാനമാണെങ്കിലും അല്ലേ, അത് നമ്മൾ ചിലപ്പോൾ വലിയ നമ്മളെപ്പോഴും പറയും നമ്മുടെ ഹണിമൂൺ അങ്ങനെ വലിയ സ്ഥലമൊക്കെ നമ്മളെ പ്രേമിക്കുന്ന സമയത്ത് പ്ലാൻ ആക്കും. അതൊക്കെ ചിലപ്പം എല്ലാം അഡ്ജസ്റ്റ് ആവും. ഞാൻ പറയുന്നത്, ഞാൻ ഇത്ര നിൽക്കും, ഞാൻ അങ്ങനെ എന്ത് കാര്യത്തിനും എപ്പോഴും ഞാൻ പണിക്ക് പോവാതെ വീട്ടിലിരിക്കും, നിന്റെ കൂടെ അങ്ങനെ ഇരിക്കും. ഇതുപോലുള്ള എന്താ പറയാ, പഞ്ചസാര വീണ പോലത്തെ ഡയലോഗ് മാക്സിമം നമുക്ക് ഒരിക്കലും കല്യാണം കഴിഞ്ഞാല് ആവാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ഇപ്പൊ ചോദിച്ചില്ലേ എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളത്. ഈ വക കാര്യങ്ങളിൽ പ്രശ്നം തുടക്കത്തിൽ നമ്മൾ ആകെ ഷോക്ക്ഡ് ആവും, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞ് ഇപ്പൊ എന്താ ഇങ്ങനെയെന്നുള്ളത്. ഗേൾസിനാണ് എപ്പോഴും ആ പ്രശ്നം വരിക. പിന്നെ നമ്മൾ ചിന്തിക്കും അതിനേക്കാളും പല കാര്യങ്ങളിലും നോക്കുമ്പോ റിയാലിറ്റി ഇതല്ല. കാരണം നമ്മൾ പ്രണയിക്കുമ്പോൾ ചിന്തിക്കുന്ന ലൈഫ് അല്ല. ഇപ്പൊ പറഞ്ഞ ഫ്യൂച്ചർ നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. നാളെ എന്ത് വരും നമുക്കറിയില്ല. ഇന്നത്തെ ഫ്ലോയില് നമ്മൾ ഇങ്ങനെ പോവാന്നേ ഉള്ളൂ. അത് നിലനിർത്തുന്ന കപ്പിൾസും ഉണ്ടാവും. ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫ് മാത്രമാണ്. അത് നിലനിർത്തി ഇപ്പോഴും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന, ഞാൻ ഒരു ടോട്ടലി അല്ല പറഞ്ഞ ഉണ്ടാവുമായിരിക്കും. അതാണ് അല്ല ഞാൻ പറയും, നിലനിർത്തുന്ന ആളുകളുടെ ഇടയിലും അത് നിൽക്കണമെങ്കിൽ അവര് പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഓക്കെ ആയിട്ടുള്ള ലെവലിൽ അവർ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. മാറ്റങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല നമുക്ക് പറയാൻ പറ്റില്ല. കമന്റ്സ് ആണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. പ്രജിൻ ഗേൾസുമായിട്ട് ഡാൻസ് കളിക്കുന്ന ആര്യക്ക് ഇഷ്ടപ്പെടുവോ, ആര്യയും തമ്മിൽ ശത്രുക്കളുണ്ടോ? അപ്പൊ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആര്യക്കും കൂടി ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇന്നിവർ ഒരുമിച്ച് തന്നെ വന്നത് അല്ലേ? അതിനെന്തോ ആര്യക്ക് പറയാനുള്ളേ? അത് ഇല്ല, എനിക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ആക്ച്വലി. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. കാരണം ഞാൻ ഈ പറഞ്ഞ മാതിരി എനിക്ക് അറിയായിരുന്നു ഡാൻസറാണ്, ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ഒരു ലെവലിലേക്ക് എത്തും, അതെ ഇത്രയും പെമ്പിളാരായിട്ട് നടക്കുന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ ഏട്ടന്റെ കൂടെ പെർഫോം ചെയ്യുന്ന എല്ലാവരെയും എനിക്ക് അറിയാം. ഞങ്ങളുടെ പീരിലുള്ള എല്ലാ ഫ്രണ്ട്സ് ആണ് എല്ലാവരും. ഡാൻസേഴ്സിൽ ഉപരി ഒരു കൂട്ടുകൂടും പോലും. ഞങ്ങൾ ആ ഒരു ഫാമിലി പോലെ ആവുമ്പോഴാണ് അവിടെ ഒരു സക്സസ് ഉണ്ടാവണതും എല്ലാം. പിന്നെ ആര്യമോള് അവിടെ പി സ്കൂളിൽ വരുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് അറിയാം, പക്ഷെ ഫുൾ ടൈം വരുന്ന ആളല്ല, അവൾക്ക് അറിയാം, എല്ലാവരും അറിയാം. അപ്പം നമ്മളൊരു ഫാമിലി ബോണ്ടിങ്. എൻ്റെ കൂടെ കളിക്കുന്ന ഗേൾസിൻ്റെ ഹസ്ബൻഡ് ഏറ്റവും ഭയങ്കര ലവിങ് ആണ്, ഫാമിലി മക്കളും എല്ലാവരും ഏറ്റവും. ആര്യ, ഞാൻ കേട്ടൊരു കഥയാ, പ്രജിന്റെ കാർ ആര്യ എടുത്ത് ട്രിപ്പ് പോയ ടൈമില്
ആര്യ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഈ പ്രജിനെ നീ കണ്ടു, അതൊന്ന് പറയാമോ? അത് ഞാനും ഫ്രണ്ട്സും കൂടെ പണ്ട് ഞങ്ങള് ബാംഗ്ലൂർ പോയതാ. ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് 2 ഗേൾസും 3 ഗേൾസും ഒരു ബോയും അങ്ങനെയായിരുന്നു ഇത്. അപ്പൊ പ്രജേട്ടനാണ്, ഏട്ടന്റെ വണ്ടിയാണല്ലോ. അപ്പൊ ഫസ്റ്റ് രണ്ടാളാ രണ്ടാള് ചുരത്തുനിന്ന് എനിക്ക് കോള് വന്നതാ. എടി നീ എവിടെയാണെന്ന് ചോദിച്ചില്ല. ഫസ്റ്റ് പറഞ്ഞു നിന്നോടൊരു കാര്യം പറയട്ടെ, വിഷമിക്കരുത് പറഞ്ഞു. ഒരു വെൽവിഷറിനൊക്കെ പോലെ വിളിച്ചതാളെ. ഞാൻ പറഞ്ഞു എന്താ, പ്രജിനെ ഞാൻ കണ്ടു, 2 സ്ത്രീകളുടെ കൂടെ ചുരം കയറി പോകുന്നുണ്ട്, നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് വെച്ച്. ഞാൻ പറഞ്ഞു എടാ മധുരി, അത് ഞാനാണ്, വണ്ടി ഞാൻ എടുത്തിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ട്രിപ്പ് പോയതാന്ന് പറഞ്ഞു. അതിന് മുന്നേ പ്രജേട്ടനും സജിമോളും ഇപ്പൊ പറഞ്ഞ പാർട്ട്ണറും ചേച്ചിയും കൂടെ അന്ന് സജിമോളും സജിമോളുടെ അനിയത്തി ഏട്ടനും കൂടെയാണ് ഈ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. ഇവരൊരുമിച്ച് വൈറ്റ് ഹൗസിൽ എന്തോ ഫുഡ് കഴിക്കാൻ പോയപ്പോഴും എനിക്ക് കോൾ വന്നിട്ടുണ്ട്. ഇതേമാതിരി 2 ചേച്ചിമാരുടെ കൂടെ പ്രജിനെ അവിടെ വെച്ച് കണ്ടു. അങ്ങനെ കുറെ പേര് കലക്കാൻ നോക്കും. ആര്യ കട്ടയ്ക്ക് മറുപടി കൊടുക്കും അല്ലേ? എനിക്ക് എന്താണെങ്കിലും ഒരു കാര്യം എന്താണെന്നറിയോ, എനിക്ക് മൂന്നാമതൊരാളുടെ വർത്താനം കേൾക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ആരുടെ കേസിലാണ് ഉള്ളതോ ഇല്ലാത്തതോ, ഞാൻ എന്തിനാ മറ്റൊരാളെ ലൈഫിൽ കയറി ഇവരെ ഇടപെടുന്നത്? എന്തെങ്കിലും ആരെങ്കിലും ജീവിക്കട്ടെ, ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏട്ടനായിട്ട് ഡയറക്റ്റ് സംസാരിക്കും. തിരിച്ചു അങ്ങനെ തന്നെ. ഇപ്പൊ എന്നെ കുറിച്ച് ആർക്കും പ്രജേട്ടനോട് ഒരു കാര്യം പോയി പറയാൻ പറ്റില്ല, അവരെ ഉദ്ദേശം നടക്കൂല. അപ്പൊ ഏട്ട വായടപ്പിക്കും. അത് അവളുടെ കാര്യമല്ല, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ബോധടാണ്ടാവും. അത് വരും. അത് എന്തായാലും മറ്റുള്ള ആൾക്കാർ എന്തായാലും ഒന്ന് അവരുടെ വ്യൂവിൽ നമുക്കൊരു സ്റ്റോറി അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതല്ല നമ്മുടെ സ്റ്റോറി ചിന്തിച്ച പ്രശ്നം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആരെങ്കിലും നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് അങ്ങനെ വരാറുണ്ട്, ഇപ്പോഴും വരാറുണ്ട്. ഇങ്ങനെ പലരും പല ഇൻസ്റ്റയിലായിട്ടും ഒക്കെ എവിടെന്നൊക്കെയോ ഒക്കെ എനിക്ക് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട് ഇൻസ്റ്റയിൽ. താങ്കളുടെ ഭർത്താവും ഞാനും തമ്മിൽ ഡിൻഡിന്നൊക്കെ പറഞ്ഞവർ വലിയ. ഞാൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏട്ടന് വിട്ടുകൊടുക്കും. പ്രജേട്ടാ ഇതാരാ? ഏട്ടൻ പറയാം ആർക്കറിയാൻ മോളെ, എനിക്കൊന്നും അറിയാൻ പാടില്ല ഇതാരാന്ന്. അപ്പൊ ഞാൻ അതെ ഞാൻ പറയും ഇതൊക്കെ എന്തേ ചെയ്ത് നിങ്ങൾ ഇത് വെറുതെ കോമഡി ആക്കല്ലേ, എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ പ്രജേട്ടനോട് തന്നെ പോയി പറയും. അപ്പൊ അവര് ഓ ശരി അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞാൽ അവരെ വഴിക്ക് പോകും. നിങ്ങൾ തകർക്കാൻ നോക്കണ്ട, ഈ കപ്പൽ ആടിയില്ലെന്ന്. ഇതിന് വല്ല സുനാമി വന്നിട്ട് ആടിയിട്ടില്ല. പിന്നീട് നമുക്കിനി ഒരു മനപ്പൊരുത്തത്തിലോട്ട് പോയാലോ? അപ്പൊ എങ്ങനെ പ്രണയിക്കണം, വിവാഹ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞു. ഇത്രയും പറഞ്ഞവരുടെ പൊരുത്തം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അത് എഴുതണം. പരസ്പരം കാണിക്കല്ലേ കേട്ടോ. ഇത് കോപ്പി അടിച്ച പോലെ ഒന്നും അടിക്കില്ല എൻ്റെ അകത്ത്. അപ്പൊ ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ, പ്രജിന്റെ ബർത്ത്ഡേ ഡേറ്റ്? പിന്നെ പ്രജിന് എഴുതണം. പിന്നെ മണിക്കുട്ടി നിന്നോ? സമയായോ? പ്രജിന് ആലോചിക്കട എന്റെ. എന്നാലും ഇവിടെ കാണിക്കാം, കാണിക്ക. ഞങ്ങളുടെ ക്യാമറയും കൂടെ നോക്കി കാണിച്ചോ. അത് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ ഇത് ഇങ്ങനെ വേണം പൊരുത്തം. ഫസ്റ്റ് തന്നെ ഇട്ട് നല്ല പൊട്ടി. ഇവളതല്ലേ എഴുതണ്ടേ? അല്ല കാണുമ്പോ പറയും നീ ഇത്രയൊക്കെ സംസാരിച്ചിട്ട് നീ. അപ്പൊ പ്രജിന് ഞാൻ എഴുതി കറക്റ്റ് അല്ലേ? നോക്കൂ. കറക്റ്റ് അല്ലേ? അപ്പൊ ഒരു കൈയടി ആര്യക്ക്. ഇനി ഞാൻ ചോദിക്കുന്നത് ഇച്ചിരി ടഫ് കേട്ടോ. നിങ്ങൾ ചിലപ്പം അറിയാവുന്ന എനിക്ക് അറിയത്തില്ല, പക്ഷെ അറിഞ്ഞ 10,000 രൂപ തരുന്നത്. ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ, ഫോൺ പേ ഇല്ല. ഫസ്റ്റ് കിസ് ഒന്നെങ്കിൽ ഇവിടെ വെച്ചായിരുന്നു എഴുതാം, അല്ലെങ്കിൽ ഡേറ്റ് എഴുതാം. പ്രജിൻ എന്നാലും ഇവിടെ വെച്ച ഞാൻ വേണ്ട, ഞാനങ്ങ് എഴുതാം. വേണ്ട, അയ്യോ ഫസ്റ്റ് ആണല്ലേ? വേണ്ട, മൂന്നാമത്തെ എഴുതിക്കും ഞാൻ. ഫസ്റ്റ് കിസ് വേണം. ഫസ്റ്റ് കിസ് കാണിക്കല്ലേ? ആയിരിക്കും. ഒരു ചാനലും കൊടുക്കാത്തതാണ് 10,000 രൂപ. രണ്ടുപേരും എഴുതിയോ? കാണിച്ചേ. നോക്കട്ടെ. വൈകുന്നേരം പോയി. അല്ല അവിടുന്നല്ല പൊട്ടാസേ. എന്ത് കാണിക്കുക. ഇതാണ് സത്യം. സരോവരോ അല്ല ആര്യമോളെ വീട്ടിൽ. അല്ല അല്ല അല്ല, എനിക്ക് 101%
ഉറപ്പാ. കാരണം സരോവരത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തേ. അത് കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞിട്ടായിട്ട് എന്റെ വീട്ടിലേക്ക് വന്ന് കല്യാണത്തിന്റെ 3 മാസം മുന്നേ ആയിട്ട് വീട്ടിൽ വന്ന്. ഒരിക്കലല്ല. എന്നാ പറയൂ. സരോവരം ഇവള് കാലിക്കറ്റ് വന്നതിന് ശേഷം ആണോ? കാലിക്കറ്റിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കും ആർക്ക് 10,000 വേണം. എടാ അതിന് മുന്നേ നമ്മൾ സരോവരത്ത് വെച്ച് മീറ്റ് ചെയ്ത്. ഇതെന്താന്നറിയോ, ഇത് ഏട്ടന്റെ വാദം തെളിയിക്കാൻ വേണ്ടിട്ട് വെറുതെ ഫൈറ്റ് ചെയ്യാം. വീട്ടിൽ വെച്ചിട്ടല്ല, എനിക്ക് 101% ഉറപ്പാ. ഞാൻ ഉറപ്പിക്കുക. കാരണം എന്റെ വീട്ടിൽ വെച്ചിട്ടല്ല, എനിക്ക് ഓർമ്മ ഉണ്ടാവത്തില്ലേ. അത് ഓൾക്ക് ഇപ്പൊ പറയാൻ ചടപ്പായിട്ടോ. എനിക്ക് നല്ല ബോധമുണ്ട്. എന്റെ അമ്മ സത്യമായിട്ട് സരോവരത്ത് വെച്ചിട്ട് നല്ല ഓർമ്മയുണ്ട്. സരോവരം കേട്ടാ അയ്യോ അങ്ങനത്തെ അല്ലല്ല, സരോവരം കുഴപ്പമില്ല. മറ്റേ ഞങ്ങൾ ഒരുമിച്ച് ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്ത് പുറത്തു പോയതൊക്കെ സരോവരത്ത് നിന്നാ. കാരണം ഞാൻ നിൽക്കുന്ന ഇവിടെ അല്ലേ, അരടുത്തുപാല ഹോസ്റ്റലിലായിരുന്നു ഞാൻ നിന്ന്. ഞങ്ങൾ ആദ്യമായിട്ട് പുറത്തുനിന്ന് കാണുന്ന സരോവരത്ത് വെച്ചിട്ടാ. ഓക്കെ, ഇനി ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ തരാം. സരോവരത്തിലാണ് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? ഉറപ്പിക്കാം. അതിൽ ആദ്യം ഉമ്മ കൊടുത്തതാരാ? അത് പ്രജേട്ടൻ. അതിനെന്തുവാ? അന്നൊക്കെ ഭയങ്കരായിരുന്നു. അന്നൊക്കെ ഉമ്മ തരാൻ ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു. ഇപ്പൊ ഒരു 10 ഉമ്മ ചോദിച്ച ഒരെണ്ണം കിട്ടിയാലായി. വെറുതെ പറയണം. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും 10,000 ഇല്ല. വേണ്ട, നിങ്ങൾ എടുത്തോ. എന്നാലും ഇങ്ങനെ ഓക്കെ. അടുത്തത് പറയട്ടെ. പറഞ്ഞു എന്തുവാ ചേട്ടാ? ഓക്കെ, ഫസ്റ്റ് ഗിഫ്റ്റ് എന്താണോ? എന്താണ്? അല്ലെ ആർക്കും കൊടുത്തു? ഫസ്റ്റ് ആയിട്ട് ഇപ്പം പ്രണയിക്കുമ്പോഴാണെങ്കിൽ പോലും കൊടുക്കുമല്ലോ നമ്മൾ. അതിൽ ഫസ്റ്റ് ഗിഫ്റ്റ് ആർക്ക് കൊടുത്തു? എന്ത് ഗിഫ്റ്റ് എഴുതണം? സാധനം എഴുതണം. അത് അവള് തന്നത് ഞാനല്ല എഴുതണ്ട. അതെ, പ്രജിയേട്ടൻ തരുന്നത് ആള് എഴുതണം, ആള് തരുന്നത് പ്രജി എഴുതണം. എന്നാ ശരി. അയ്യോ എന്റെ ഇത് തികയില്ല. എനിക്കൊരു ലോഡ് ഗിഫ്റ്റാ കിട്ടിയത് ഫസ്റ്റ്. എനിക്കൊരു പോസ്റ്റ് വഴി ഒരു വലിയൊരു കാർട്ടൺ നിറച്ചും ഡ്രസ്സ്, ഓർണമെന്റ്സ്, പെർഫ്യൂംസ്, പിന്നെ ക്രിസ്റ്റലിന്റെ മറ്റേ കപ്പിൾസ് നിൽക്കുന്ന നമ്മൾ പണ്ടൊക്കെ കാണാറില്ലേ, എല്ലാം കൂടെ ഒരു ഫുൾ പാക്ക് ആയിട്ട് പാലക്കാട്ടേക്ക് ഡെലിവറി തന്നായിരുന്നു. ആര്യ പ്രജിന് തന്നതോ? എനിക്ക് ഗ്രീറ്റിംഗ് കാർഡ്. അത് ഒരു തുറക്കുമ്പോ ഒരു റിങ് ഇങ്ങനെ കയ്യിലേക്ക് പോകും. ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിച്ചതാ. അതിനൊരു കൈ കിട്ടുമോ? 10,000 ഇല്ല, എല്ലാം കൂടെ അങ്ങ് തരാം. ഓക്കെ, ഇഷ്ടപ്പെട്ട മൂവി? എനിക്ക് പ്രജിന് ഇഷ്ടപ്പെട്ട പ്രജിന് എഴുതണം, പ്രജിന് ഇഷ്ടപ്പെട്ടത് ആര്യ എഴുതണം. ഇത് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഏട്ടന് ഒരുപാട് സിനിമ ഇഷ്ടാ. ഇനിയിപ്പോ അതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. എഴുതി കഴിഞ്ഞോ? ഇതൊക്കെ വൻ ടഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അപ്പൊ നമുക്ക് കാണിക്കാം. ഓക്കെ, കാണിച്ചോ. മുതൽവൻ ആണോ? ഏട്ടൻ ഭയങ്കര അർജുൻ ഫാനാ. അർജുൻ സർജയുടെ ഭയങ്കര ഫാനാ. അപ്പൊ ഈ സിനിമ കാണാത്തതിന് എന്നോട് ഒരു ദിവസം തെറ്റിയിട്ടുണ്ട്. അതെനിക്ക് ഇത്ര ഓർമ്മ. ആര്യ പ്രണയിക്കുന്ന തന്നെ വീഡിയോ കണ്ടിട്ടാണല്ലോ, അല്ലെ പ്രജിന്റെ ഡാൻസിന്റെ ഇഷ്ടപ്പെടാണല്ലോ? അല്ല, എനിക്ക് അറിയില്ലായിരുന്നു പ്രജയുടെ ഡാൻസർ എന്നല്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതായിട്ടൊരു ബന്ധമില്ല. എല്ലാം കഴിഞ്ഞപ്പോഴേ എനിക്കെല്ലാം. എന്നാലും പിന്നെ ഡാൻസർ ആണെന്ന് അറിഞ്ഞപ്പം ഡാൻസ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയല്ലോ. പ്രജിന്റെ ഇഷ്ടപ്പെട്ട ഡാൻസ് ഏതാ? എഴുതിക്കോ, പറയണ്ട. ഇങ്ങനൊന്നും നീ ആരോട് ചോദിക്കില്ലെന്നല്ലേ? സത്യം. എന്തോരം ഡാൻസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇപ്പൊ ഏതോ പറയാ. പ്രജിൻ എഴുതിയോ? കാണിക്കല്ലേ, കാണിക്കല്ലേ കേട്ടോ. ഇല്ല. റെഡി? കാണിച്ചോ? മതിമുഖിയല്ലേ? ഇത് ഒന്നൊന്നര പൊരുത്തു കേട്ടോ. ഇതൊക്കെ ഷോക്കേജിൽ കൊണ്ടുപോയി. ഉമ്മ മാത്രമേ തെറ്റിട്ടുള്ളൂ. ഇതൊരുമാതിരി കോണത്തിലെ ചോദ്യം. ഇതൊക്കെ അത് കിട്ടത്തില്ല. നോക്കുന്ന അതിന് 10,000 രൂപ വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആര്യക്ക് കൊടുക്കാം കേട്ടോ. ആര്യക്ക് ഇഷ്ടമുള്ള ഫുഡ്? എനിക്കിഷ്ടമുള്ള ഫുഡാ ഞാൻ എഴുതണം. അപ്പൊ ഇനി ഇത്ര നേരം തൂറ്റിരുന്നിട്ട് നേരെ തിരിച്ചെഴുത്. ആര്യക്ക് ഇഷ്ടമുള്ള ഫുഡ് ആര്യക്ക് പോലും അറിയത്തില്ല. റെഡി? കാണിച്ചേ. ബിരിയാണി. അയ്യട്ടാ, എനിക്ക് മീൻ പൊരിച്ചും ചോറും ഇഷ്ടം. പൊന്നെ. ഇനി നേരെ പ്രജിന് ഇഷ്ടപ്പെട്ട ഫുഡ്. ഒക്കെ നന്നായിട്ട് അറിയാം. എന്തൊരു കഷ്ടം. എഴുതിയോ? ഞാൻ ഇതണ്ടേ.
അതെനിക്ക് ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത്, അപ്പൊ എനിക്ക് അറിയാതിരിക്കുമോ? കാണിച്ചോ? ആ ഇത് കൂടുതലുണ്ട്. മെയിൻ ഗീ റൈസ്. ഈ റൈസ് ഗീ റൈസ് ചിക്കൻ സ്റ്റൂ. അതെ, ചിക്കൻ സ്റ്റൂ. അടിപൊളി. ഞാൻ സ്ഥലം ഇല്ലാത്തോണ്ട് എഴുതാ ഞാൻ. പ്രപ്പോസ് ചെയ്ത ഡേറ്റ് അതെ. പ്രപ്പോസ് ചെയ്ത ഡേറ്റാ കാണിച്ചേ? മെയ്. മെയ് 6. കറക്റ്റ്. അന്നായിരുന്നു എന്റെ ചേച്ചിയുടെ കല്യാണം. അതെനിക്ക് ഇത്ര ഓർമ്മ. പ്രജിന് ട്രാവൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം? ചെയ്യാനേ ഇഷ്ടമല്ല. അതിലൊരു കാര്യമുണ്ട്, ഏട്ടന് ട്രാവലിംഗ് ഒട്ടും ഇഷ്ടമല്ല. ട്രാവൽ സിക്നസ് ഉള്ള ആളാ, സത്യമായിട്ടും ഒട്ടും ഇഷ്ടമല്ല. പിന്നെയും പോവുകയാണെങ്കിൽ പറയല്ലേ? ഗുരുവായൂർ. എന്താ? ഗുരുവായൂർ. 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 അടിപൊളി. ഗുരുവായൂർ പറഞ്ഞപ്പോ ഗുരുവായൂരിൽ ആ വീഡിയോ അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും പറയാ. സീരിയലാണോ ഉദ്ദേശിച്ചത്? സ്വാന്തനം 2 ആ യെസ് യെസ്. അടിപൊളി എന്ന് വെച്ചാ മാറ്റി നിർത്താനേ പറ്റത്തില്ല. പക്ക കാസ്റ്റിംഗ് എല്ലാം സൂപ്പർ. അതിനൊരു താങ്ക് യു ഏട്ടാ. കാരണം ജീവിതത്തിലെ പോലെ തന്നെ കറക്റ്റ് ഒരു കൃഷ്ണനായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വൈഫിന്റെ ഡ്രീം. എനിക്ക് പോലും സ്വന്തമായിട്ടില്ല, പിന്നെ നീ എന്തോ ചോദ്യമാണ് ചോദിക്കുന്നതെന്ന്. എനിക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വയ്യ, എന്നാലും ഞാൻ ചുരുക്കി. ഇപ്പൊ ഏതാ രാജ്യം മറന്നല്ലോ. ഡ്രീം ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ? എന്റെ എയിം ആണോ അല്ലെങ്കിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണോ ജീവിതത്തില്? ഏറ്റവും വലിയ ആഗ്രഹം. അയ്യോ അത് ഞാൻ ചുമ്മാ പറയുന്നത്. രാജ്യം ഓർമ്മയില്ലല്ലോ. എഴുതിയോ? രാജ്യം തെറ്റാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ട്. പറഞ്ഞത് അയ്യോ എഴുതണ്ട. ഓക്കെ, കാണിച്ചോ? ഞാൻ മറ്റേ കുറെ എഴുതണം, ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ലണ്ടൻ, പാരീസ്, ലണ്ടൻ ഏകദേശം അടുത്തടുത്തായിട്ട് വരുമല്ലോ. അല്ല, ആള് പറഞ്ഞത് എനിക്ക് ഓർമ്മ, രാജ്യം പാരീസ് ആണോന്ന് എനിക്ക് ഓർമ്മയില്ല. പാരീസ് പറഞ്ഞ അവിടെ ഉള്ള ഏതോ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ മുകളില് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ബിക്കിനിട്ടൊന്ന് ബിക്കിനിട്ടൊന്ന് നല്ല വിശാലമായിട്ട് ആ രാജ്യം കണ്ടു. അതെന്തെന്നറിയോ, ഈ നമ്മള് ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് മറ്റേ പൂളില്ലേ, അടിയിൽ നിന്ന് നമ്മളിങ്ങനെ ഇതാക്കുമ്പോ താഴേക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനെ അതല്ലടാ. അപ്പോ ആ പൂളില് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കൊന്ന് എന്താ പറയാ, എന്റെ സ്വന്തം ലക്ഷറീസ് ആയിട്ട് ബിക്കിനിട്ടൊന്ന് കിടക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും. എന്റെ ഒരു ഫാന്റസി എന്നുള്ള രീതിക്ക് പറയാം. സാധിക്കട്ടെ ഉടനെ അല്ലേ? അപ്പം ഇതില് വിജയിച്ചതാരാ? ഞാൻ ഓഫ് കോഴ്സ്. ഉറപ്പാ? ആകെ എന്നെ കുറിച്ച് ചോദിച്ച ഒരു ചോദ്യം, എന്റെ ഇഷ്ടപ്പെട്ട ഫുഡ്, അത് തെറ്റിച്ചില്ലേ? ബാക്കി ഞാൻ ആകെ തെറ്റിച്ച ഉമ്മയാ. രണ്ടുപേർക്കും പങ്കുണ്ടായില്ല. ബാക്കിയെല്ലാം ഞാൻ ഗൂഗിൾ പേയിൽ ഒരു ഹായ് അയക്കണം. സമ്മാനം ഉണ്ടോ? 25,000 രൂപ കേട്ടോ. ആണോ? ഈ ഗെയിമിന്റെ ഇടയ്ക്ക് ഞാൻ പറയുകയുണ്ടായി, ആ സ്വാന്തനം 2 അഭിനയിച്ചത് കേട്ടോ. ശരിക്കും അതിലോട്ട് എത്തപ്പെടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ കിട്ടി ഇപ്പൊ പ്രേക്ഷകർ എത്രമാത്രം അത് ഏറ്റെടുത്തു? എനിക്ക് ഇപ്പം പണ്ട് ഇങ്ങനെ ഡാൻസിന്റെ കാര്യം പറഞ്ഞിട്ടാ, ഇപ്പൊ കുറെ ചേച്ചിമാരും ഏട്ടന്മാരും അമ്മമാരൊക്കെ സാന്തനും നന്ദനും എന്നുള്ള പേരാണ് അതിലും. അതാണിപ്പം കുറേ ആൾക്കാർ എന്നെ അങ്ങനെ വിളിക്കണം. നമുക്ക് ഭയങ്കര ഭാഗ്യമല്ലേ ഒരു ഗുരുവായൂരപ്പന്റെ റോളൊക്കെ. ഞാൻ ഏറ്റവും നാവില് വരുന്നൊരു ദൈവമാണ് ഗുരുവായൂരപ്പ. എനിക്ക് ഒരു ഫിഗർ ഉണ്ട് കേട്ടോ, നമ്മൾ കാണുന്ന രൂപം പോലെ തന്നെ ഫിഗർ ഉണ്ട്. സോഷ്യൽ മീഡിയ നല്ല ചീത്തയും കേൾക്കാറുണ്ട്. ഗുരുവായൂരപ്പൻ മറ്റേ ചെരുപ്പെട്ട ഗുരുവായൂരപ്പൻ, താടി മീശയും വെച്ച ഗുരുവായൂരപ്പൻ. അപ്പൊ നമ്മള് കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂല്, അതിപ്പോ നമുക്കറിയില്ലല്ലോ പുള്ളി അന്ന് താടി അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ കമന്റുകൾ വരുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ കമന്റ്, പ്രജിനെ പോലെ ഒരു മോനെ കിട്ടിയ ഭാഗ്യവാന്നൊക്കെ അതൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരുപാട് നല്ല നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കുറെ കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്.
ഈ ഒരു ക്യാരക്ടർ അവർ വിളിക്കുന്ന സമയത്ത് ഹാപ്പി ആയിരുന്നോ? പിന്നെ ഞാൻ അപ്പം തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനൊരു കൃഷ്ണപിള്ള അവാർഡിന് ആ വർഷത്തെ ജനപ്രീതി കിട്ടിയ സോഷ്യൽ മീഡിയ താരം എന്നുള്ളൊരു അവാർഡൊക്കെ കിട്ടിയിരുന്നു കഴിഞ്ഞ വർഷത്തിൻ്റെ. അപ്പോൾ അതിൽ പ്രൊഡ്യൂസർ മാം എന്നെ കണ്ടിട്ട് എന്നെ വിളിച്ചതാ. അങ്ങനെ ഇപ്പം റീസെൻ്റ് ആയിട്ട് ചെയ്താ. ശരിക്കും ആര്യയ്ക്ക് അഭിമാനിക്കാവല്ലേ, എന്റെ ഭർത്താവ് കൃഷ്ണൻ, ദൈവമേ. ചിരി വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എന്തോ പറഞ്ഞു ബാബ, ശ്രീരാമനാണെങ്കിൽ വനവാസം എന്തെങ്കിലും പറയുന്നു കൃഷ്ണനായിട്ട്. പിന്നെ അതല്ല, ഏട്ടൻ്റെ അമ്മയും ഞാനും കൂടെ കഴിഞ്ഞ ആഴ്ച കൂടെ പറഞ്ഞ് ചിരിച്ച ഒറിജിനൽ പേര് എന്താ ഏട്ടൻ്റെ നന്ദന അല്ല, വീട്ടില് വിളിക്കുന്നത് നന്ദൻ, ഒറിജിനൽ വേറെന്തോ മാധവനാ. മാധവ. അപ്പൊ അമ്മ പറയും ഇത് എന്ത് മോളെ, സാധാരണ എല്ലാരും ഇത് രണ്ടും തമ്മിലൊരു ബന്ധമില്ലല്ലോ. ഒറിജിനൽ പേര് മാധവൻ, വീട്ടിൽ വിളിക്കുന്നത് നന്ദൻ, നമ്മളിപ്പോ എന്ത് വിളിക്കുന്ന ചോദിക്കും. ഞങ്ങൾക്ക് വീട്ടുകാർക്ക് ഇതെല്ലാം ഒരു കോമഡിയാണ്. ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ട് പോകും. അപ്പൊ നമ്മോട് ഇത്രയും നേരം സംസാരിച്ചു. ഇനി ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ആര്യയോട്, ഒരു പാട്ട് പാടിത്തരണം. ഞാനോ? അയ്യോ എന്റെ ഒരു ഗുമ്മില്ല ശബ്ദം എനിക്കില്ലേ, അപ്പൊ നല്ലൊരു അടിപൊളി പാട്ടല്ലേ? അടിപൊളി പാട്ടോ. പഠിക്കോ? പ്രജിന് വേണ്ടി മാത്രം പാടുന്ന കേട്ടോ ഈ ഓണത്തിന്. റെഡി? ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. അടിപൊളി. അപ്പൊ ഇത്രയും നേരം നമ്മോട് സംസാരിച്ചു. ശരിക്കും ഓണത്തിന് ആരെ കൊണ്ടുവരണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പം പോലെ ഇത്രയും തുറന്ന് സംസാരിക്കുന്ന ഒരു കപ്പിൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയൊരു ചോദിച്ചിരുന്നു കേട്ടോ. കുഞ്ഞുവാവയ്ക്ക് ഉടനെ കാത്തിരിക്കാവോ ഞങ്ങൾ പ്രേക്ഷകർ? നിങ്ങൾ കാത്തിരിക്കണ്ട, ഞങ്ങൾ ആദ്യം ഒന്ന് നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾ അറിയിക്കാം. അപ്പൊ ഇനിയും നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്ന പ്രജിന്റെയും ആര്യയുടെയും ചുണക്കുട്ടികളെയാണ് ഞാൻ ഇപ്പോൾ വിളിക്കുന്നത്. പ്രജിന്റെ മാത്രം, പ്രജിന്റെ മാത്രം അല്ലെങ്കിൽ മലയാളികളുടെ മാത്രം ആ പെൺ സുന്ദരികളാണ്. മക്കളെ അടിച്ചു കയറി വാ, പ്രജിൻ വിളിക്കും. നല്ല വാ. എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ ഈ സുന്ദരിമാരുടെ ഇടയ്ക്ക് ഇരിക്കാൻ പറ്റുന്നത്. സമ്മതിക്കണം കേട്ടോ, നീ ഡാൻസ് ക്ലാസ് നിർത്താത്ത എന്ന് എനിക്കിപ്പോ മനസ്സിലായി. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ചുറ്റും പെൺകുട്ടികൾ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. എനിക്ക് സ്റ്റുഡൻസ് ആയിട്ട് എപ്പോഴും ബോയ്സ് വളരെ കുറവാണ്. ഡെലിവറി കഴിഞ്ഞ് സുംബ ക്ലാസ്സിൽ പോകണമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിയുന്നത്. അല്ല ഇവിടെ ചോദിച്ചത് കേട്ടോ, സൊമാറ്റോയിലുണ്ടോന്ന്, ഡെലിവറി ആണോ? തെറി ഒഴിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഒരു വിറയിലും വിടങ്ങനുണ്ട്. അപ്പൊ എനിക്ക് പ്രജിനെ കണ്ടപ്പോ തീരെ ഇഷ്ടപ്പെട്ടു. എന്തോ തകരാറും കഞ്ചാവാണോ, ഞാൻ കുറേ നേരം നോക്കി. ഒന്നുമില്ലാത്ത പ്രജിൻ. ഓക്കെ, ആ പ്രജിൻ ഇങ്ങനെ ഒരു ഐഡിയ പറയുന്ന സമയത്ത് ലാഭവും നഷ്ടവും ഒന്നും നോക്കിയിട്ടില്ലല്ലോ കൈ കൊടുത്തത്. കാരണം ഇത് പൊട്ടിപ്പോയാലും ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങോട്ട് വന്നതാ, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രജിനില്. 100% പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രജിന്റെ പേര് പറയും മാത്രം പറമ്പിലെ കോഴി കൂടി. കാരണം ഇപ്പൊ കോഴിക്ക് കൂടണ്ടേ, ഇനി പ്രജിന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞു. ഇവ കൃഷ്ണനല്ല കേട്ടോ. അയ്യോ, എന്റെ കൂടെ ഒരു 10 പെമ്പിള്ളേർ വരണമെങ്കിൽ എന്ത് കൊടുക്കണം? ഞാൻ ഇരുന്നാൽ തന്നെ എന്നെ നോക്കണം. അതാണ് അവിടെയൊക്കെ മോന്ത കണ്ടോ, എടുത്തെറിയാൻ ഇരുന്നുകൊണ്ട് എന്നെ 2 സ്റ്റെപ്പ് പഠിപ്പിക്കണം. അപ്പോ നീലാമഴ മുകളിലേക്ക് നോക്കി കഴിഞ്ഞ കൂടെ ഓക്കെ പെയ്തിറങ്ങിയ ഭംഗി കുറെ ഉണ്ടായിട്ട് വൃത്തികെട്ട സ്വഭാവമാണെങ്കിൽ എന്തിനു പറ്റും? അല്ല ഇതിലെ ഈ കമന്റ് പോലെ ഉറപ്പായിട്ടും ഇനിയാണ് പൂരം കോടിയേറുന്ന മക്കളെ. മക്കളെ കടിയെന്നൊക്കെ പറഞ്ഞ ഇതാണ് കടി. ഓ, നമ്മുടെ മാസ്റ്റർ ആണ് പൊട്ടിക്കാൻ പോകുന്നത്. ചിന്നും പൊന്നും നാദം ലയ വീണ